നോവലിൻ്റെ നോവൽ, മെറ്റാഫിക്ഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന, എന്ന വിശേഷണം അർഹിക്കുന്ന നോവലാണ് അനശ്വരത. അനശ്വരതയും പ്രണയവും മനുഷ്യാവസ്ഥയുടെ മറ്റു പല ഘടകങ്ങളും നോവൽ വിഷയമായിട്ട് വരുന്നുണ്ട്. കുന്ദേര യൂറോപ്യൻ സംസ്കാരത്തെ നിശിതമായി വിമർശിക്കുന്നുണ്ട് ഈ നോവൽ. ബൃഹദാഖ്യാനത്തോടുള്ള അസഹിഷ്ണുതയാണ് ഉത്തരാധുനികത എന്ന് പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇമ്മോർട്ടാലിറ്റി ഉത്തരാധുനിക നോവലാണെന്ന് പറയാം. കുന്ദേരയുടെ വളരെ വ്യത്യസ്തമായൊരു നോവലാണ് ഇമ്മോർട്ടാലിറ്റി, അനശ്വരത. നോവലിൻ്റെ നോവൽ, മെറ്റാഫിക്ഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന, എന്ന വിശേഷണം അർഹിക്കുന്ന നോവലാണ് അനശ്വരത. നോവലെഴുത്തുന്ന പ്രക്രിയ തന്നെ ഇവിടെ പ്രമേയമായിരിക്കുകയാണ്. നോവലിൻ്റെ പ്രമേയഘടനയും കഥാപാത്ര നിർമ്മിതിയും, എന്തിന് നോവലിനെക്കുറിച്ചുള്ള ചർച്ച പോലും ഇവിടെ നോവലിൻ്റെ പ്രമേയമായിട്ട് വരുന്നു. നോവലിസ്റ്റ് തന്നെ ആഖ്യാനകാരനായിട്ടും വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുന്ദേരയുടെ മറ്റ് നോവലിനേക്കാളൊക്കെ വളരെയധികം പ്രത്യേകതയുള്ളതാണ് അനശ്വരത എന്ന നോവൽ എന്ന് കാണാൻ കഴിയും. അനശ്വരത എന്ന നോവലിലെ പ്രധാന പ്രമേയം അനശ്വരത തന്നെയാണ്. അനശ്വരത കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണാനന്തരമുള്ള ആത്മാവിൻ്റെ അനശ്വരതയെക്കുറിച്ചല്ല. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ കൂടെ അയാൾ ഓർക്കപ്പെടുക, അയാൾ ഓർമ്മിക്കപ്പെടുക. ആ അർത്ഥത്തിലാണ് അനശ്വരതയെ കുന്ദേര കാണുന്നത്. അനശ്വരതയും പ്രണയവും മനുഷ്യാവസ്ഥയുടെ മറ്റു പല ഘടകങ്ങളും നോവൽ വിഷയമായിട്ട് വരുന്നുണ്ട്. നോവൽ തുടങ്ങുന്നതിൻ്റെ വളരെ വിചിത്രമായ രീതിയിലാണ്. നോവലിസ്റ്റ് മിലാൻ കുന്ദേര പാരീസിലെ ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ മുകളിൽ ഉള്ളൊരു ഹെൽത്ത് ക്ലബിൻ്റെ അവിടെ ഇരിക്കുന്നു. തൻ്റെ സുഹൃത്തായ പ്രൊഫസർ അവനേരിയസിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കുന്ദേര ഇരിക്കുകയാണ്. നീന്തൽക്കുളത്തിൽ നിന്നും പെട്ടെന്ന് 60-65 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ഉയർന്നു വന്ന് നീന്തൽക്കുളത്തിൻ്റെ പടവുകളിൽ ചവിട്ടി നിന്ന് വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ പരിശീലകനെ കൈവീശി കാണിക്കുന്ന 60-65 വയസ്സ് പ്രായമുള്ള ആ സ്ത്രീ ആണ് തൻ്റെ നായികയെ സൃഷ്ടിക്കുന്നതിന് നോവലിസ്റ്റിന് കുന്ദേരയ്ക്ക് പ്രചോദനം നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. നോവൽ രചന തുടങ്ങുകയാണ്. നോവൽ രചന തുടങ്ങുന്ന സമയത്ത് നായികയെ നോവലിസ്റ്റ് സൃഷ്ടിക്കുന്നത് നീന്തൽക്കുളത്തിൽ നിന്നും ഉയർന്നു വന്ന് കൽപ്പടവിൽ നിന്നുകൊണ്ട് വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ പരിശീലകനെ കൈവീശി കാണിച്ച ആ സുന്ദരിയെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അവർക്ക് അദ്ദേഹം ഒരു പേരും കൊടുത്തു, ആഗ്നസ്, നായികയുടെ പേര്. അനശ്വരത സമാന്തരമായിട്ടുള്ള 2 കഥകൾ പറയുന്നുണ്ട്. ഒന്ന് ആഗ്നസിൻ്റെതും മറ്റത് ജർമ്മൻ കവിയായ ഗേഥയുടെ. ആഗ്നസ് ആദ്യ അധ്യായമായിട്ടുള്ള മുഖം എന്ന ആദ്യത്തെ അധ്യായത്തിൽ ആഗ്നസിനെ അവതരിപ്പിക്കുകയാണ്. താൻ രൂപം കൊടുത്ത ആ നായികയെ അവതരിപ്പിക്കുകയാണ്. അവൾ ഭർത്താവ് പോളിനോടും മകൾ ബ്രിജിറ്റയുടെ ഒപ്പം താമസിക്കുന്നു. അവൾക്കവിടെ അച്ഛനെക്കുറിച്ചൊക്കെ ഗൃഹാതുര സ്മരണകളുണ്ട്. അച്ഛൻ അവളെ ഏറെ സ്നേഹിക്കുന്നു എന്നവൾക്കറിയാം. അവൾ അച്ഛനെ ഒരിക്കൽ കാണാൻ പോയപ്പോൾ മടങ്ങി വരുമ്പോൾ വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛനെ കൈവീശി കാണിച്ചത് അവൾ ഓർക്കുന്നു. ഈ അംഗവിക്ഷേപം അവിടെ സത്തയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അവൾക്ക് സ്വിറ്റ്സർലൻഡ് ഏറെ ഇഷ്ടമാണ്. കുടുംബത്തെ ഓർത്താണ്, അല്ലെങ്കിൽ അവൾ സ്വിറ്റ്സർലൻഡിൽ പോയി താമസിക്കുമായിരുന്നു. ഈ അധ്യായത്തിൽ തന്നെ ഗേഥയും ബെറ്റിനെ എന്ന പെൺകുട്ടിയുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് നാം വായിക്കുന്നു. ബെറ്റിന ഗേഥയുടെ പൂർവ്വകാമുകിയുടെ മകളാണ്. അവൾ ബെറ്റിനയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, പ്രണയിക്കുന്നു. ഗേഥയുടെ മരണശേഷം തനിക്ക് പ്രശസ്തയാകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടെയാണ് അവളത് ചെയ്യുന്നത്. അനശ്വരതയാണല്ലോ നോവലിൻ്റെ പ്രമേയം. ഗീതയെ പ്രണയിക്കുന്നതോടുകൂടി തനിക്ക് അനശ്വരയാകാൻ കഴിയും എന്ന പ്രതീക്ഷയാണ്
ബെറ്റിനയ്ക്കുള്ളത്. അവൾ ഗേഥയുടെ അമ്മയായിട്ടും അടുക്കുന്നു. ഗേഥയുടെ ശൈശവത്തിലെയും ബാല്യത്തിലെയും വിശേഷങ്ങളൊക്കെ അമ്മയിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതൊക്കെ താൻ എഴുതുന്ന പ്രണയലേഖനങ്ങളിൽ അവൾ ഉൾക്കൊള്ളിക്കുന്നു. ഈ ഓർമ്മകളുടെ വളപ്പൊട്ടുകൾ ചേർത്ത് വെച്ച് എന്നെങ്കിലും ഗീതയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതണമെന്നും അവൾക്ക് ആഗ്രഹമുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ, അനശ്വരത എന്ന അധ്യായത്തിൽ വളരെ വിചിത്രമായ ഒരു സംഗമം നടക്കുന്നു. ഗേഥയും ഹെമിംഗ്വേയും കൂടെ കണ്ടുമുട്ടുകയാണ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജർമ്മൻ കവി ഗേഥയും 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസമായിരുന്ന അമേരിക്കൻ നോവലിസ്റ്റ് ഹെമിംഗ്വേയും കൂടെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. കുന്തേരയുടെ മാന്ത്രിക ഭാവനയിൽ അവരുടെ സംവാദം നാം കേൾക്കുന്നു, അവരെ കാണുന്നു. അവർ പറയുന്നത് വായനക്കാരെക്കുറിച്ചാണ്. വായനക്കാർ എഴുത്തുകാരെ വിചാരണ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഹെമിംഗ്വേ പറയുന്നു, തൻ്റെ നോവലുകൾ വായിക്കാത്തവർ പോലും തന്നെക്കുറിച്ച് എഴുതുന്നു, തന്നെ വിമർശിക്കുന്നു. തൻ്റെ മരണശേഷം, കാരണം മരിച്ചു കഴിഞ്ഞ പരലോകത്താണല്ലോ ഈ സംഗമം നടക്കുന്നത്, സംവാദം നടക്കുന്നത്. തൻ്റെ മരണശേഷം തൻ്റെ 4 ഭാര്യമാരും ഒരു മകനും തൻ്റെ ശവശരീരത്തിനടുത്തിരിക്കുമ്പോൾ മാധ്യമക്കാരും നിരൂപകരും യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരൊക്കെ തൻ്റെ ചുറ്റിനും വന്ന് കാണിക്കുന്ന നാടകത്തെക്കുറിച്ചൊക്കെ ഹെമിംഗ്വേ അവലാതിപ്പെടുന്നുണ്ട്. ഹെമിംഗ്വേക്ക് അനശ്വരത ഇഷ്ടമാണ്, മറ്റുള്ളവരോട് ഒപ്പം ജീവിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. ഒരു വിമർശകൻ പറയുകയുണ്ടായി, ഹെമിംഗ്വേ മകനെ നോക്കില്ല, ഭാര്യമാരോട് ആത്മാർത്ഥതയില്ല, ഒരു വിമർശകൻ്റെ മൂക്ക് ഇടിച്ചു തകർത്തു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളിലാണ്, അല്ലാതെ പുസ്തകങ്ങളിലല്ല പൊതുജനത്തിനും വായനക്കാർക്കും ഇഷ്ടം എന്ന് പറയുകയാണ്. ഗേഥ അപ്പോൾ പറഞ്ഞു, തൻ്റെ ഫൗസ്റ്റ് എന്ന നാടകത്തിൻ്റെ പാവക്കൂത്താവിഷ്കാരത്തിൽ താൻ കൂടി അഭിനയിക്കേണ്ടി വന്നു. അഭിനേതാവിൻ്റെ കുറവുള്ളതുകൊണ്ട്. കാണികൾ കുറവാണ്, ഉള്ളവരൊക്കെ സ്റ്റേജിന് പിറകിലാണ്. അവർക്ക് ഗേഥയെ കണ്ടാൽ മതി, നാടകം കാണണ്ട. മറ്റൊരു രംഗത്ത്, ഈ അനശ്വരത എന്ന് പറയുന്ന അധ്യായത്തിൽ തന്നെ, നെപ്പോളിയൻ, ഫ്രഞ്ച് ചക്രവർത്തിയായ നെപ്പോളിയൻ യൂറോപ്പിലെ ഭരണാധിപന്മാരുമായിട്ട് ഒരു ഉന്നതതല ചർച്ച നടത്തുന്നു. അവിടേക്ക് അന്നത്തെ യൂറോപ്പിലെ സാഹിത്യകാരന്മാരെ കൂടെ ക്ഷണിക്കുന്നു. നെപ്പോളിയനോടൊപ്പം ആ ഉന്നതതല സമ്മേളനത്തിൽ ഗേഥയും പങ്കെടുക്കുന്നു, എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഗേഥയ്ക്ക് തന്നെക്കുറിച്ചുള്ള അഭിപ്രായം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നെപ്പോളിയൻ സാഹിത്യത്തെയും കുറിച്ചും നാടകത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. അത് അനശ്വരതയ്ക്ക് വേണ്ടിയായിരുന്നു. കുന്തേര പറയുന്നു, അനശ്വരതയ്ക്ക് വേണ്ടിയുള്ള അഭിവാഞ്ച ഒരു ഒഴിയാബാധയാണ് ലോകം മുഴുവൻ. ഫ്രഞ്ച് പ്രസിഡൻ്റായിട്ടുള്ള ഫ്രാങ്കോയും മിറ്ററാൻഡിൻ്റെ കഥ പറയുന്നു. അദ്ദേഹം 1981 ഫ്രഞ്ച് പ്രസിഡൻ്റായി കഴിഞ്ഞപ്പോൾ, ആ സ്ഥാനാരോഹണം കഴിഞ്ഞപ്പോൾ ആ വേദിയിൽ നിന്നും പെട്ടെന്ന് അദ്ദേഹം പോയത് അവിടെ മഹാന്മാർ അന്ത്യനിദ്ര കൊള്ളുന്ന അവരുടെ ശവകുടീരത്തിനടുത്തേക്കാണ്. 3 പനിനീർ പൂക്കളുമായിട്ട് ചെന്ന അദ്ദേഹം 3 ശവകുടീരങ്ങളുടെ മുകളിൽ ഈ പനിനീർ പൂക്കൾ വയ്ക്കുന്നു. എന്നിട്ട് നിർദ്ദേശം കൊടുക്കുന്നു, ഈ 3 ശവകുടീരങ്ങൾക്കിടയ്ക്കുള്ള ത്രികോണം അവിടെ ആയിരിക്കണം എൻ്റെ ശവകുടീരം ഉണ്ടാക്കുന്നത് എന്ന്. അനശ്വരതയ്ക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് അവിടെ നടന്നത്. അടുത്തൊരു രംഗം കലഹം എന്ന് പറഞ്ഞ രംഗമുണ്ട്. അവിടെ ആഗ്നസിൻ്റെ സഹോദരി ലോറയും തമ്മിലുള്ള പിണക്കവും ആണ്. അവർ തമ്മിലുള്ള അസൂയ, അവർ തമ്മിലുള്ള കലഹം പ്രമേയമായിട്ട് വരുന്നു. ലോറയ്ക്കും പോളിനോട് ഇഷ്ടമാണ്. ആഗ്നസിൻ്റെ ഭർത്താവായിട്ടുള്ള പോളിനെ ലോറയും സ്നേഹിച്ചിരുന്നു. അവൾ വിവാഹിതയായിരുന്നു. വിവാഹമോചനം നടത്തി അവൾ പോളിനെ പ്രണയിക്കാൻ ഒരുങ്ങുന്നു. പിന്നീട് അധ്യായത്തിൻ്റെ തലക്കെട്ട് പ്രതിച്ഛായ, ഇമേജോളജി, പ്രതിച്ഛായ പ്രണയം ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു മഹാരോഗമാണ് എന്നാണ് കുന്തേര അഭിപ്രായപ്പെടുന്നത്. പ്രതിച്ഛായയോടുകൂടിയുള്ള ഇഷ്ടം, പ്രതിച്ഛായ നന്നാക്കുന്നതിന് വേണ്ടിയുള്ള, ഇമേജ് നന്നാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം, അതിന് മാധ്യമങ്ങൾ
വഹിക്കുന്ന പങ്ക്. പ്രതിച്ഛായ നിർമ്മിക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായത്തോടുകൂടിയാണ്. ജനങ്ങളുടെ അഭിപ്രായത്തെ രൂപപ്പെടുത്തുന്നത് മാധ്യമമാണ്. അങ്ങനെ ഇല്ലാത്ത അഭിപ്രായങ്ങളുണ്ടാക്കി പ്രതിച്ഛായ നിർമ്മിക്കുന്ന ഒരു രോഗം ആധുനിക ലോകത്ത് സംക്രമിച്ചിരിക്കുകയാണ് എന്ന് കുന്ദേര പറയുന്നു. ആധുനിക യൂറോപ്പിൻ്റെ സംസ്കാരത്തെ അദ്ദേഹം നിശിതമായി വിമർശിക്കുകയാണ്. യാദൃച്ഛികം എന്നൊരു അധ്യായമുണ്ട്, ഘടികാരം എന്നുണ്ട്, ആഘോഷം എന്ന അവസാനത്തെ അധ്യായത്തിൽ കുന്ദേര ഒരിക്കൽ കൂടി ആ നീന്തൽക്കുളത്തിൻ്റെ അവിടെ ഇരിക്കുന്നു, സുഹൃത്തിനെ കാത്ത്. അപ്പോഴവിടെ ലോറയും പോളും വരുന്നു. അതിനു മുൻപ് നാം മനസ്സിലാക്കുന്നു ആഗ്നസ് സ്വിറ്റ്സർലൻഡിലേക്കുള്ള യാത്രക്കിടയിൽ കാറപകടത്തിൽ മരിച്ചു എന്ന്. ലോറ പോളിനെ ഭർത്താവാക്കിയിട്ടുണ്ട്. അവരുടെ ആഗ്നസിൻ്റെ മകളായ ബ്രിജിറ്റ അവരോടൊപ്പം അവരിൽ നിന്നും അകന്നിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നതിൻ്റെ ആ പുനഃസമാഗമം ആഘോഷിക്കുകയാണ് അവർ. ഒപ്പം കുന്ദേര തൻ്റെ നോവലെടുത്ത് പൂർത്തിയായതിൻ്റെ 2ാം വാർഷികം ആഘോഷിക്കുന്നു സുഹൃത്തായ അവനേരിയസിനോടൊപ്പം. അവനേരിയസ് കുന്ദേരയോട് ചോദിക്കുന്നു, താങ്കൾ എന്തൊക്കെയാണ് എഴുതിക്കൊണ്ടിരുന്നതെന്ന്. തൻ്റെ നോവലിൻ്റെ പ്രമേയം അറിയാനാണ് അവനേരിയസ് ചോദിച്ചത്. അപ്പോൾ കുന്ദേര പറഞ്ഞു, അങ്ങനെ നോവലിൻ്റെ പ്രമേയമൊന്നും പറയാനൊക്കത്തില്ല, നോവലിനെ പ്രമേയം ആരോടും പറയാനൊക്കത്തതായിരിക്കണം അതിൻ്റെ പ്രമേയം എന്ന്. അവനേരിയസ് പോയി കഴിഞ്ഞ് കുന്ദേര തൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. എങ്ങനെയാണ് 2 വർഷം മുൻപ് നീന്തൽക്കുളത്തിൽ കണ്ട ആ കൽപ്പടവിൽ കൈവീശി പുഞ്ചിരിച്ചു നിന്ന ആ സ്ത്രീ തൻ്റെ നായിക ആയത്. ആഗ്നസിൻ്റെ രൂപകൽപ്പന ചെയ്യാൻ, അവളെ നിർമ്മിക്കുവാൻ, സൃഷ്ടിക്കുവാൻ തനിക്കിങ്ങനെ പ്രേരണയായി എന്ന്. പാത്രസൃഷ്ടിയെക്കുറിച്ച് കുന്ദേര പറയുന്നത്, ഒരുപക്ഷെ വീനസ് തിരമാലകളിൽ നിന്നും വന്നതുപോലെ, ഹവ്വ ആദത്തിൻ്റെ വാരിയലിൽ നിന്നും വന്നതുപോലെ കുളത്തിൽ നിന്നും പൊന്തി വരികയായിരുന്നു എൻ്റെ നായിക ആഗ്നസ് എന്ന്. കുന്ദേര യൂറോപ്യൻ സംസ്കാരത്തെ നിശിതമായി വിമർശിക്കുന്നുണ്ട് ഈ നോവലിൽ. അതിവൈകാരികത, ഹോമോ സെൻറ്റിമെൻറ്റാലിസ് എന്ന് പറയുന്നുണ്ട്. അതിവൈകാരികത എന്നത് യൂറോപ്പിൻ്റെ ഒരു സവിശേഷതയായി മാറിയിരിക്കുകയാണ്. പ്രതിച്ഛായ പ്രണയം യൂറോപ്പിൻ്റെ ഒരു ഒഴിയാബാധ ആണ്. അനുസൃതയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നം, ഇതൊക്കെ യൂറോപ്പിൻ്റെ ആധുനിക രോഗത്തിൻ്റെ അടയാളമായിട്ട്, അതിൻ്റെ ലക്ഷണമായിട്ട് അദ്ദേഹം കരുതുന്നു. അപ്പോൾ ഇതൊക്കെ ഉത്തരാധുനിക കാലഘട്ടത്തിൻ്റെ, ഉത്തരാധുനിക സംസ്കാരത്തിൻ്റെ ചില ന്യൂനതകളായിട്ട്, പോരായ്മകളായിട്ട്, അപര്യാപ്തതകളായിട്ട്, സാംസ്കാരികമായിട്ടുള്ള ചില അപജയത്തിൻ്റെ ലക്ഷണമായിട്ട് കുന്ദേര അവതരിപ്പിക്കുകയാണ്. തോന്നലുകളാണ് യാഥാർത്ഥ്യത്തെക്കാൾ ഉത്തരാധുനികതയ്ക്ക് ഇഷ്ടം. ഒന്ന് പ്രത്യേകിച്ച് മൂല്യങ്ങളൊന്നുമില്ലാതെ ഓളപ്പരപ്പിൽ ലക്ഷ്യമില്ലാതെ പോകുന്ന വഞ്ചി പോലെ ഉള്ള ജീവിതം, പ്രത്യേകിച്ച് മൂല്യങ്ങളൊന്നുമില്ലാതെ വേരുകളില്ലാതെ പോകുന്ന ഒരു സമൂഹത്തെ, അതിൻ്റെ സാംസ്കാരിക ശിഥിലീകരണത്തെ കുന്ദേര ഈ നോവലിൽ വിമർശിക്കുന്നു. ലക്ഷണമൊത്ത ഒരു മെറ്റാഫിക്ഷൻ ആണ്. മനുഷ്യാവസ്ഥയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് കുന്ദേര സംസാരിക്കുന്നു. 7 ഭാഗങ്ങളുള്ള നോവൽ. വിവിധ ആവിഷ്കാര രീതികൾ ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട്. പല ആഖ്യാനങ്ങളുടെ സമ്മേളനം നമുക്കിവിടെ കാണാം. പാരായണക്ഷമത നോവലിന് ആകർഷകമായൊരു ഗുണമാണ്. നിരവധി മിനി നരേറ്റീവ്സ് നോവലിലുണ്ട്. ബൃഹദാഖ്യാനത്തോടുള്ള അസഹിഷ്ണുതയാണ് ഉത്തരാധുനികത എന്ന് പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇമ്മോർട്ടാലിറ്റി ഉത്തരാധുനിക നോവലാണെന്ന് പറയാം. അവിടെ ചെറിയ ആഖ്യാനങ്ങളാണ്, ചെറിയ ചെറിയ സ്നിപ്പറ്റ്സ്, വിനറ്റ്സ് എന്നൊക്കെ പറയും. ചെറിയ ചെറിയ ഷോട്ടുകൾ, ചെറിയ ചെറിയ വിവരണങ്ങളാണ് തരുന്നത്. സിനിമാറ്റിക് സങ്കേതങ്ങൾ പലതും കുന്ദേര ഉപയോഗിക്കുന്നു. പല മൊണ്ടാഷുകളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പരസ്പര ബന്ധമില്ലെന്ന് തോന്നിക്കുന്ന പല ചിത്രങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് വായനക്കാരെ വെല്ലുവിളിക്കുന്നു. അവൻ്റെ വായനക്കാരൻ്റേതായിട്ടുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നു. അതുപോലെ നോവലിസ്റ്റ് തന്നെ ആഖ്യാനക്കാരനായിട്ട് വരികയും ആ രീതിയിൽ നോവലിൻ്റെ ആ നൈരന്തര്യത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു.
നോവലിസ്റ്റും കഥാപാത്രവും വായനക്കാരനും എല്ലാം നോവലിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാണ് എന്ന പുതുമയുള്ള ഒരു സിദ്ധാന്തം കൂടി കുന്ദേര ഈ നോവലിലൂടെ ആവിഷ്കരിക്കുന്നു.